ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് റിലേറ്റഡ് സബ്ജക്റ്റിനെ കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെയും അതേപോലെ തന്നെ ഞാൻ വായിച്ചിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസിൻ്റെയും ബേസിലാണ് ഈ ഒരു വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിൽ ഒത്തിരി പോരായ്മകൾ വരാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം കണക്കാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെ അറിയാം അത് എന്നോട് ഷെയർ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ സ്ത്രീകളെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ഒരു 30% എബോവ് സ്ത്രീകളിലും കാണപ്പെടുന്ന ഒരു രോഗമാണ് PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്. ഒരു 13 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളിലാണ് ഇത് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇതിനൊരു രോഗം എന്ന് പറയുന്നതിനേക്കാളും ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഈ ഒരു രോഗം നമ്മളിലേക്ക് വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭക്ഷണ രീതി, അതേപോലെ തന്നെ നമ്മുടെ വ്യായാമക്കുറവ്, ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതിനൊരു കാരണം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിതൊരു 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതൊരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരുന്ന ഒരു വിഷയമാണിത്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ ഞാൻ ഈ ഒരു PCOD എന്താണെന്നും അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നും ഇത് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നുമാണ് ഈ ഒരു പാർട്ടിൽ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഒരു സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന്, ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാമെന്നുമാണ് സെക്കൻഡ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ PCOD എന്താണെന്ന് ആദ്യം സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ PCOD എന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ ബോഡിയിൽ മെയിൽ ഹോർമോണും ഉണ്ടാവും, ഫീമെയിൽ ഹോർമോണും ഉണ്ടാവും. അത് യൂഷ്വലി എല്ലാ സ്ത്രീകളിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിനൊക്കെ ഒരു അനുപാതം ഉണ്ടാവും. അതായത് ഒരു റേഷ്യോയിലായിരിക്കും ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്നത്. ആ റേഷ്യോയിൽ വ്യത്യാസം വരുമ്പോഴാണ് ഇതുപോലുള്ള പ്രോബ്ലംസും വരുന്നത്. അപ്പം നമ്മളെ എന്തെങ്കിലും ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ചേഞ്ച് കാരണം, ഇപ്പം നമുക്ക് വെയിറ്റ് കൂടുകയോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ വ്യായാമക്കുറവ് കൊണ്ട് എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരുമ്പോഴേക്കും ഈ മെയിൽ ഹോർമോണിൻ്റെ അളവ് എന്ത് ചെയ്യും, ക്രമാതീതമായിട്ട് ഇങ്ങനെ വർദ്ധിച്ചു വരും. അപ്പോൾ ഇതിങ്ങനെ ഈ മെയിൽ ഹോർമോൺ വർദ്ധിച്ചു വരുമ്പോഴേക്കും നമ്മുടെ സ്ത്രീകളിലെ ഓവുലേഷൻ പ്രോസസ്സ് അഥവാ അണ്ടോൽപാദനം നടക്കാതെ വരും. ഈ ഒരു അവസ്ഥയാണ് ആക്ച്വലി PCOD എന്ന് പറയുന്നത്. ഇത് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പെൺകുട്ടി ജനിക്കുകയാണെന്ന് കരുതുക. ഒരു പെൺകുട്ടി ജനിക്കുമ്പം തന്നെ ആ കുട്ടിക്ക് ഒരു യൂട്രസ് ഉണ്ടാവും. ആ യൂട്രസിനെ അറ്റാച്ച് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ഓരോ ഓവറീസും ഉണ്ടാവും. അപ്പം ജനിക്കുന്ന സമയത്ത് ഈ ഓവറിക്കുള്ളിൽ 1 മില്യൺ ഓവം അഥവാ എഗ്ഗ് ഉണ്ടായിരിക്കും. ഈ ഓവം എന്ന് പറയുന്നത് ഓവറിക്കുള്ളിൽ തന്നെ ഒരു ഫ്ലൂയിഡ് പോലെ നിൽക്കുന്ന ഫോളിക്കിൾസ് എന്ന് പറയും, ഒരു കവചം പോലെ. അതിനുള്ളിലാണ് ഓരോ ഓവവും സ്ഥിതി ചെയ്യുന്നത്. ഈ കുട്ടി വളർന്ന് മെച്യൂറായിട്ട് കുട്ടിക്ക് മെൻസ്ട്രേഷൻ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഓരോ മാസവും ഈ ഫോളിക്കിൾസിൽ നിന്നിട്ട് ഓരോ ഓവം വെച്ചിട്ട് റിലീസ് ചെയ്യും. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാധാരണയായിട്ട് ഓവുലേഷൻ അഥവാ അണ്ടോൽപാദനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അണ്ടോൽപാദനത്തിന് സഹായിക്കുന്നത് നമ്മുടെ ഓവറിക്കുള്ളിൽ തന്നെ FSH എന്നും LH എന്നും പറഞ്ഞ 2 ഹോർമോൺ ഉണ്ട്. അപ്പോൾ ഈ ഹോർമോൺ എന്ന് പറയുന്നത് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് അഥവാ നമ്മുടെ ബ്രെയിനിൻ്റെ നിർദ്ദേശപ്രകാരം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് നമ്മുടെ ഈ 2 ഹോർമോണും നമ്മുടെ ഓവറിലേക്ക് ഈ ഒരു ഓവുലേഷൻ പ്രോസസ്സ് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വിടുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഓവറിക്കുള്ളിലേക്ക് വരും. അപ്പം അതിനും ഒരു റേഷ്യോ ഉണ്ടാവുമല്ലോ, ഒരു അനുപാതം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു അനുപാതത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരും. അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്ന സമയത്ത് ഈ ഓവുലേഷൻ പ്രോസസ്സ് നടക്കത്തില്ല, കറക്റ്റ് ടൈമിൽ നടക്കില്ല. നടക്കാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ഓവം അഥവാ എഗ്ഗില്ലേ അത് മെച്യൂർ ആവാതെ ഒരു കുമിള പോലെ അല്ലെങ്കിൽ ഒരു വാട്ടർ ബബിളായിട്ട് നമ്മുടെ ഓവറിക്കുള്ളിൽ തന്നെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പം ഇത് 1 മന്ത് ഓക്കെ, സെക്കൻഡ് മന്ത് ഓക്കെ, തേർഡ് മന്ത് അങ്ങനെ ഓരോ മന്ത് ആകുമ്പോഴേക്കും നമ്മുടെ ഓവറിക്കുള്ളിൽ മൊത്തത്തിൽ ഈ വാട്ടർ ബബിൾ പോലെ ആയിപ്പോവും.
ഈ ഒരു അവസ്ഥയാണ് PCOD എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കാരണം ഇത് നമ്മളുടെ വ്യായാമക്കുറവോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതിയോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാവുന്നതാണെങ്കിലും നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ 80% to 90% ഇത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മെഡിസിൻസിനെയൊക്കെ ആശ്രയിക്കുന്നതിനേക്കാളും നേരത്തെ തന്നെ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ ഇത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ PCOD എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു PCOD ഉള്ള പേഷ്യൻസിൽ എന്തെല്ലാം സിംറ്റംസ് കാണാം എന്ന് നമുക്ക് നോക്കാം. അതായത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരു PCOD പേഷ്യൻസിൽ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം സിംറ്റംസ് കാണുമ്പോഴാണ് ഇത് PCOD ആണോ എന്ന് നമുക്ക് ഡൗട്ടായിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യേണ്ടി വരുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് PCODയുടെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു PCOD പേഷ്യൻസിൽ എന്തെല്ലാം സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളാണ് കാണുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ഫേഷ്യൽ ഹെയർ ആണ്. അതായത് സ്ത്രീകളുടെ ഫേസിൽ പുരുഷന്മാരെ പോലെ തന്നെ രോമ വളർച്ച ഉണ്ടാവുക, അതും അമിതമായിട്ട്. ഇപ്പോൾ നമ്മുടെ മേൽചുണ്ടിൻ്റെ മുകളിലായിട്ട് രോമം വരിക, താണ്ടിയിൽ രോമം വരിക, അതേപോലെ തന്നെ ഫോർഹെഡ് നമ്മുടെ നെറ്റി ഇങ്ങനെ കയറി പോയിട്ടൊരു കഷണ്ടി പോലെ ആവുക. പിന്നെ മെയിനായിട്ട് പറയുന്ന മറ്റൊരു കാര്യമാണ് സ്ത്രീകളുടെ വോയിസ് പെട്ടെന്ന് ചേഞ്ച് ആയിട്ട് പുരുഷന്മാരെ പോലെ കുറച്ച് റഫായിട്ടുള്ള വോയിസ് ആവുക. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള പിമ്പിൾസ്, ആക്നെ ഉണ്ടാവുന്നതാണ്. അതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ടീനേജിലൊക്കെ വരുന്നതാണെങ്കിൽ ഓക്കെ, എന്നാൽ ടീനേജ് കഴിഞ്ഞൊരു 20 ഇയേഴ്സിനും 25 ഇയേഴ്സിനൊക്കെ ശേഷവും എപ്പോഴും ഇങ്ങനെ ഈ ഒരു പിമ്പിൾസ് വരുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു ലക്ഷണമെന്ന് പറയുന്നത് ഇറഗുലർ പീരീഡ്സ് ആണ്. അതായത് പീരീഡ്സ് മിസ്സാവുക, അല്ലെങ്കിൽ പീരീഡ്സ് ഉണ്ടായാൽ തന്നെ അമിതമായിട്ടോ അല്ലെങ്കിൽ വളരെ കുറഞ്ഞ രീതിയിലോ പീരീഡ്സ് ഉണ്ടാവുക, ഇതും ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയുന്നുണ്ട്. അടുത്ത നാലാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അമിതവണ്ണമാണ്. അമിതവണ്ണം എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സിംറ്റമായിട്ടാണ് പറയുന്നത് PCODയുടേത്. കാരണം ഈ അമിതവണ്ണം ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും ഈ PCODയും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അമിതവണ്ണം ഉണ്ടാവുമ്പോഴേക്കും PCOD കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ PCOD കൂടുന്തോറും അമിതവണ്ണം കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെയാണ്. ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കൂടും, ഒന്ന് കുറഞ്ഞാലും മറ്റൊന്ന് കുറയും, ആ ഒരു രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് അമിതവണ്ണം ഉണ്ടാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് അറിയണ്ടേ? ഇപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഭക്ഷണത്തിൽ ഷുഗർ കണ്ടൻറ്റ് ഉണ്ടാവും അല്ലേ? നമ്മൾ കഴിക്കുന്ന റൈസിലോ വീറ്റിലോ ഒക്കെ ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഷുഗർ കണ്ടൻറ്റുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് പോകും. നമ്മുടെ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അപ്പോഴും തന്നെ എന്താവും? ഗ്ലൂക്കോസായി മാറും. എന്നാൽ ഈ ഒരു ഗ്ലൂക്കോസിനെ നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് കോശങ്ങളിൽ എത്തിക്കുന്നത് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പാൻക്രിയാസ് ഗ്ലാൻഡാണ്. പാൻക്രിയാസ് ഗ്രന്ഥിയിലാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്നാൽ ആവശ്യത്തിലധികം നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടായിരുന്നാൽ പോലും ഈ ഇൻസുലിന് അതിൻ്റെ പ്രവർത്തനം നടത്താൻ പറ്റില്ല. അതായത് ഈ ഒരു ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കാനോ കോശങ്ങൾക്ക് ആ ഒരു പ്രവർത്തനം നടത്താനോ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. ഇതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇതൊരു കൊഴുപ്പായിട്ട് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടും. അതാണ് അമിതവണ്ണത്തിന് കാരണമാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസും PCOD ഉണ്ടാവാൻ ഒരു കാരണമായി പറയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അമിതവണ്ണം ഉണ്ടാവുന്നതും ഈ ഒരു സിംറ്റമായിട്ടാണ്, ഒരു മെയിൻ സിംറ്റമായിട്ടാണ് പറയുന്നത് PCODയുടേത്. ഓക്കെ, അടുത്ത ഒരു സിംറ്റം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യതയാണ്. അതായത് കുട്ടികളില്ലാത്ത ഒരു അവസ്ഥ, കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ ഓവുലേഷൻ കറക്റ്റ് ടൈമിൽ നടക്കുന്നില്ല എങ്കിൽ ഗർഭധാരണം നടക്കില്ല. അപ്പം അതും ഒരു സിംറ്റമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു PCODയുടെ. എന്നാൽ PCOD പേഷ്യൻസിൽ ഒരു 30% ഒക്കെ മാത്രമാണ് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നതും. ബാക്കി ട്രീറ്റ്മെൻറ്റ് ഒക്കെ കറക്റ്റ് ടൈമിൽ നടക്കുകയാണെങ്കിൽ അതും പോസിബിൾ ആണെന്നാണ് പഠനം പറയുന്നത്. ഇനി അടുത്തൊരു സെറ്റ് ഓഫ് സിംറ്റംസ് ആണ്. ആ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉറക്കമില്ലായ്മ, അർദ്ധരാത്രിയായാലും ഉറക്കം വരാതിരിക്കുന്ന ഒരവസ്ഥ, അതേപോലെ തന്നെ നന്നായിട്ട് അമിതമായിട്ട് ഹെയർ ഫാൾ ഉണ്ടാവുക, പിന്നെ മൂഡ് സ്വിങ്സ്, അതായത് പെട്ടെന്ന് സങ്കടം വരിക, ദേഷ്യം വരിക, പിന്നെ ഈ ഒരു വിഷാദം പോലുള്ള അവസ്ഥയിലേക്ക് എത്തുക, ഇതൊക്കെ ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു സിംറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് കണ്ടുപിടിക്കണമല്ലോ, ഇത് PCOD ആണോ ഇല്ലയോ എന്ന്. കാരണം ഒരു സിംറ്റംസിൻ്റെ ബേസിൽ മാത്രം നമുക്കിത് PCOD ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഇതൊന്ന് ഡയഗ്നോസ് ചെയ്യണം.
അപ്പോൾ ഇതിൽ ഏത് ഡോക്ടറിനെ കാണണമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നുകിൽ നമുക്ക് പരിചയമുള്ള നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാം, ഇല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ വേണമെങ്കിലും കാണിക്കാം. എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോണൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ റേഷ്യോസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ഡോക്ടറാണ്, സ്പെഷ്യലിസ്റ്റാണ് എൻഡോക്രൈനോളജിസ്റ്റ് വന്നത്. ഇവർ രണ്ടിലും ആരെങ്കിലും ഒരാളെ നമുക്ക് കൺസൾട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇവർ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് അതിൽ ഹോർമോണിൻ്റെ വ്യത്യാസം നോക്കിയിട്ട് അവർക്കത് മനസ്സിലാക്കാൻ പറ്റും PCOD ആണോ അല്ലയോ എന്ന്, അല്ലെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അബ്ഡോമൻ്റെ സ്കാൻ ചെയ്യുമ്പോഴേക്കും ഓവറിക്കുള്ളിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വാട്ടർ ബബിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഓവർ വീർത്തിരിക്കുന്നത് പോലെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു 2 രീതിയിലാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നും ആ ട്രീറ്റ്മെൻറ്റ് കറക്റ്റ് ടൈമിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഞാൻ എൻ്റെ സെക്കൻഡ് പാർട്ടിലെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞല്ലോ, ഇതെൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിച്ചത് തന്നെ. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴേക്കും ഒരു 4 ഇയേഴ്സിന് മുമ്പ് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എനിക്കും ഈ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു. ഇറഗുലർ പീരീഡ്സ് ആയിരുന്നു എനിക്ക് വന്നിട്ടുള്ള പ്രോബ്ലം. ആ സമയത്ത് ഞാൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ടാബ്ലറ്റ് കഴിക്കുക, പറയുന്നത് പോലെ തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാലും ഞാൻ ടാബ്ലറ്റൊക്കെ നിർത്തി ഒരു 3-4 മന്ത്സൊക്കെയാണ് ഒരു ഫസ്റ്റ് കോഴ്സ് പറയുന്നത്. എന്നാൽ അത് കഴിഞ്ഞപ്പോഴേക്കും ഈ ടാബ്ലറ്റ് സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് ഈ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കരുതി ഇനി അതൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ മാത്രമേ പറ്റൂ എന്ന് എനിക്ക് തന്നെ മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഒരു ലൈഫ് സ്റ്റൈലിൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തി. ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സസൈസ് ചെയ്തു തുടങ്ങി. അതേപോലെ തന്നെ എൻ്റെ ഫുഡൊക്കെ ഞാൻ പ്ലാൻ ചെയ്തു, അതായത് ഡയറ്റ് പ്ലാൻ ചെയ്തു. PCOD പേഷ്യൻസിന് കഴിക്കാവുന്ന ഫുഡും കഴിക്കാൻ പറ്റാത്ത ഫുഡ് ആ ഒരു രീതിയിലേക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഒരു പ്രോബ്ലമേ ഇല്ല. ഇപ്പോൾ ഒരു 4 to 5 years ആയിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. സത്യത്തിൽ ഞാനിത് മറന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ തന്നെ നമുക്ക് 80% to 90% മാറ്റാൻ പറ്റുമെങ്കിൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമേ ഇല്ല. കറക്റ്റ് ടൈമിൽ ഇതൊന്ന് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു PCOD എന്താണെന്ന് ഒരു ബേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു PCODയുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ഈ ഒരു പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അവയർനെസ് പോലെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.